ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നൊരു ഓണം വ്ളോഗുമായിട്ടാണ് ഗൈസ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വ്ളോഗിന് അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മുടെ മൈലാഞ്ചി തലേ ദിവസത്തെ നല്ല ചോത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഫസ്റ്റ് തന്നെ ഇനിയിപ്പോൾ പൂക്കളിടാൻ പോവാണ്. സമയം 5:30 ആയിട്ടുണ്ട് കേട്ടോ. 5:30-6 മണി ആവാറായി. ഗൈസ്, നമ്മൾ മെല്ലെ പൂക്കളൊക്കെ ഇട്ട് തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇങ്ങനെ മെല്ലെ പൂക്കളം ഇട്ട് തുടങ്ങി. അമ്മയും ഞാനും കൂടി തന്നെയാണ് ആസ് യൂഷ്വൽ പൂക്കളിടുന്നത്. അപ്പോൾ ഇങ്ങനെ ഓറഞ്ചും മഞ്ഞയും ജമന്തിയൊക്കെ കൂടിയിട്ട് ഇങ്ങനെ പൂക്കളിടായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. ഞാൻ റെഡി ആയിട്ട് അങ്ങനെ നിന്നു. അപ്പോൾ കുളിച്ചുകൊണ്ട് ഗൈസിൻ്റെ മുടി അത്ര ഞാൻ നേരെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ് അങ്ങനെ ഞാൻ റെഡി ആയിട്ടുള്ളൊരു ലുക്ക്. അങ്ങനെ നമ്മൾ ഗുരുവായൂർക്ക് പോവാണ്. അങ്ങനെ നമ്മൾ പോവാണ് നമ്മളങ്ങനെ ഗുരുവായൂർ പോവാണ്. അപ്പോൾ നമ്മൾ രാവിലത്തെ ഫുഡ് പഴമായിരുന്നു കേട്ടോ. അതൊക്കെ നമ്മൾ കഴിച്ചു. പഴം പുഴുങ്ങിയതും പപ്പടമായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ചു. എന്നിട്ട് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗുരുവായൂർക്ക്. ഇതാണ് ഗൈസ് ഗുരുവായൂരത്തെ പൂക്കളം. നല്ല അടിപൊളി പൂക്കളായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഫോൺ ഫസ്റ്റൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നമ്മുടെ തൊഴിലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഫോണൊക്കെ എടുത്തത് കേട്ടോ. അങ്ങനെ നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ്. അപ്പോൾ നമ്മൾ മുടിയൊക്കെ ഞാൻ കൂടി അഴിച്ചിട്ടു കേട്ടോ, ഒന്ന് നേരെ ഉണങ്ങാനായിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മളങ്ങനെ മുല്ലപ്പൂവൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഇനി ബാക്കി നമ്മൾ മുടി കെട്ടി. ഞാൻ ഹെയർ സ്റ്റൈലും പിന്നെയും മാറ്റി. ഇങ്ങനെ എക്സാക്ട്ലിയൊന്നുമല്ല എങ്കിലും ഞാൻ ജസ്റ്റ് വെറുതെ ബാഗിലേക്ക് കെട്ടി വെച്ചിട്ട് ഇങ്ങനെ മുല്ലപ്പൂ വെച്ചു. ഇനി ഒന്നും കൂടി അഴിച്ചിട്ട് നോർമൽ ഓപ്പൺ ഹെയറും കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ടും. തൽക്കാലം ഇപ്പോൾ ഇങ്ങനെ കെട്ടി വെച്ചതാണ്. നമ്മൾ ഗുരുവായൂർ പോയി അങ്ങനെ വന്നു. അപ്പോൾ അങ്ങനെയാണ് ഗൈസ്. കുറച്ച് ഇപ്പോൾ സമയം ഏകദേശം 11 മണിയാ പറയും. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതേ ഗൈസ് ഇവിടെ വന്നിരുന്നു. ഞാൻ നല്ല ചൂടെടുത്തുകൊണ്ടാണ് ഗൈസ് ഇങ്ങനൊരു ഹെയർ സ്റ്റൈൽ കെട്ടി വെച്ചത്. ഞാൻ നോർമൽ ഓപ്പൺ ഹെയറിൽ വെച്ചിട്ട് ഈ മുല്ലപ്പൂക്ക് ഒന്ന് റെഡി ആക്കട്ടെ. അങ്ങനെ ഗൈസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പം പൂവത് മുല്ലപ്പൂ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ കുറച്ചേരൊക്കെ ഇവിടെ വൃത്തിയിരിക്കുകയും കുറച്ചേരം വെയിലൊക്കെ കണ്ടിട്ടിരുന്നു. ടി വി ഒക്കെ കണ്ടിരുന്നു. ഇപ്പോൾ നമ്മൾ റോമൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ സദ്യ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗൈസ് നമ്മളൊരു 12 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. നമ്മൾ ബ്രോമൻസ് മൂവിയും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ചോറും സാമ്പാറാണ് വിളമ്പിയിട്ടുള്ളത്. ബാക്കി കുറേ കറികളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാൻ അവിടെ കാണിക്കാം. അങ്ങനെ സമയം 1:30 ആയിട്ടുണ്ട്. ഞാൻ പോയിട്ട് ഗൈസ് എൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി ഫുഡൊക്കെ കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോഴേ പോകും ഗൈസ്. എങ്ങനെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ആ ഡ്രസ്സ് തന്നെ ഇടും. അങ്ങനെ ഗൈസ് ഇന്ന് നമ്മൾ വിളക്ക് വെച്ചിട്ട് നാമം ചെല്ലാൻ പോവാണ് ഗൈസ്. ഇന്ന് ഗൈസ് നേരത്തേക്കാളും കുറച്ച് കൂടുതൽ നമ്മൾ നേരത്തെ ഇടും. സമയം 6:30. ഇപ്പം നമ്മൾ സാധാരണ വിചാരിക്കുന്നത് ലേറ്റാണെന്ന് ചിലവർ. സത്യം പറഞ്ഞാൽ ഞാൻ മേളിക്കുന്നത് 7:30 കാരണം നല്ല ലേറ്റാവും ഇവിടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട്. ഇന്നിവിടുത്തെ ക്ലീനിങ് കഴിയാനൊക്കെ മുന്നേ ഗൈസ് കഴിഞ്ഞത്. അതാണ് അപ്പോൾ പോയിട്ട് നമ്മൾ ചെല്ലാം. പിന്നെ ഗൈസ് നമ്മൾ ഈ ഒരു ഫെയറി ലൈറ്റ് ബെഡിൻ്റെ അവിടെയായിരുന്നു. അതെടുത്തിട്ട് നമ്മൾ നമ്മുടെ ഡെസ്കിൻ്റെ അവിടെ ഒട്ടിക്കാൻ പോവാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് റൂമിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് പരിപാടികളായിരുന്നു. ഞാൻ എൻ്റെ ഹെഡ്ഫോൺ കുത്തി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഗൈസ് നമ്മുടെ ഫെയറി ലൈറ്റ് എടുക്കാണ്ട് അതുപോലെ സെല്ലോ ടേപ്പ് കുറേ വെച്ച് ഒട്ടിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ എടുക്കാൻ കുറച്ച് പാടായിരുന്നു. അങ്ങനെ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടത്. ഇങ്ങനെയായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മുടെ ബെഡ് ഇവിടെ ഓൾറെഡി വാട്ടർ വേവ് ലൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഫെയറി ലൈറ്റ് ടേബിളിൻ്റെ അടുത്ത് വെച്ചപ്പോൾ ഏകദേശം കറക്റ്റ് ലൈറ്റ് ഔട്ടിങ് കിട്ടി തുടങ്ങി. അപ്പോൾ ഇങ്ങനെയാണ് ബെഡിൻ്റെ സൈഡ് വരണത് കേട്ടോ. ഇനി എഡിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ പോകും. ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞ് കുറച്ച് നേരം ബെഡിലൊക്കെ കുറച്ച് റെസ്റ്റ് എടുത്തു. എനിക്കിപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. നമ്മൾ ഓണം വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. മാത്രമേ ഉള്ളൂ. ബൈ ബൈ.